സ്ഥാനാർത്ഥി ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അൻവർ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ചിഹ്നം ലഭിക്കുമെന്നത് ഇപ്പോൾ പാർട്ടിയിലേക്ക് അടുത്ത കാലത്ത് വന്നേ ഉള്ളൂ. കേരളത്തിൽ അതിന് സാങ്കേതികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അനുമതി ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള സാങ്കേതികത്വമാണോ അതാണല്ലോ ആദ്യം ലഭിച്ച വിവരം, അതോ പത്രിക ഫില്ല് ചെയ്യുന്നതിൽ പേര് രേഖപ്പെടുന്നതിൽ ഉൾപ്പെടെ അത്തരം വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ രതീഷ് ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങളാണ്. അത് ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പാർട്ടിയല്ല, കേരളത്തിലില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ പാർട്ടി ചിഹ്നം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക കാര്യങ്ങളാണ് നിലവിൽ പത്രിക തള്ളാനുള്ള കാരണം എന്നാണ് വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ പത്രിക എന്തായാലും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറിന് മത്സരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. തൃണമൂലിന്റെ സ്ഥാനാർത്ഥി തന്നെയായി അൻവറിന് മത്സരിക്കാൻ സാധിക്കുമോ എന്നുള്ളതിൽ സാധ്യത തേടുകയാണ് അഭിഭാഷക സംഘം ഉൾപ്പെടെ. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇപ്പോഴത്തെ സൂക്ഷ്മ പരിശോധനയിൽ ഒന്നാമത്തെ സെറ്റ് പത്രിക, അതായത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവാനായുള്ള നൽകിയ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. രതീഷ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയി മത്സരിക്കാം എന്ന അൻവറിന്റെ ആഗ്രഹം പത്രിക അത് തള്ളിയിരിക്കുകയാണ്. സാങ്കേതികമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു സെറ്റ് പത്രിക തള്ളിയത്.